കഴിഞ്ഞില്ല. നമ്മൾ 3 ദിവസമായിട്ട് ഈ പ്രദേശത്തുണ്ട്. ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് നോക്കിയത് ഉരുൾപൊട്ടിയ എവിടെ, എങ്ങനെ അത് പൊട്ടി, ആ പൊട്ടി ഒഴുകിയ ഭാഗത്ത് എന്തൊക്കെ തടസ്സങ്ങളുണ്ടായിട്ടുണ്ട്, തടസ്സമുണ്ടായ പോയിൻറ്റുകളെ നോട്ട് ചെയ്യുക, അതുകൊണ്ട് വരുന്ന പ്രത്യാഘാതങ്ങൾ സൈഡിലുള്ള എങ്ങനെയൊക്കെയുണ്ട്, ഇതൊക്കെ നോക്കി. ഇന്ന് ഇത് കൂടാതെ ഏതൊക്കെ ഭാഗം വരെ പുഴ ഒഴുകി മെറ്റീരിയൽ കൊണ്ടിട്ടു, അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ എത്രയാണ് സേഫ് ഏരിയ, എത്രയാണ് അൺസേഫ് ഏരിയ, ഇതും കൂടെ ഒന്ന് നോക്കേണ്ടി വന്നു. അങ്ങനെ ചൂരൽമല അങ്ങ് പുഞ്ചിരിമട്ടം ടോപ്പ് മുതൽ ചൂരൽമല വരെയുള്ള ഭാഗം ഞങ്ങൾ ഈ ദിവസം കൊണ്ട് തീർത്തിരിക്കുകയാണ്. പിന്നെ ഇനിയുള്ള പ്രോസസ്സ് ബാക്കി കുറച്ചുണ്ട്. ഒരു പക്ഷേ ഞങ്ങളൊന്ന് പോയി ഈ മെറ്റീരിയലൊക്കെ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കിയിട്ട് ഒരു സ്റ്റേജിൽ ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും. കുറച്ചും കൂടെ ചില കാര്യങ്ങളൊന്നും കൂടെ ചെക്ക് ചെയ്യാനായിട്ടുണ്ട്, അതിനുവേണ്ടി തിരിച്ചു വരും. ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ ഇതുള്ളത്. ഇന്നല്ല നാളെ പോകും. നാളെ ഞാൻ കുറച്ച് ജോലിയും കൂടെ ഉണ്ട്, അതും കൂടെ തീർത്തിട്ട് നാളെ ഒരു ഉച്ചയോടുകൂടി ഞങ്ങൾ ഇവിടെ തിരിക്കും. പ്രാഥമികമായിട്ടുള്ള ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഉരുൾപൊട്ടൽ പെർ സേ ഒരു വലിയ സംഭവമല്ല. എന്നാൽ സാമാന്യം നല്ല രീതിയിൽ ഒരു മലയുടെ ഒരു ഭാഗത്തു നിന്നുള്ള മണ്ണും കല്ലും വെള്ളവും ചേർന്ന് ഒഴുകി താഴേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്ത് 1984-ലും 2019 ചെറിയ തോതിലും 20 അല്പം മോഡറേറ്റ് തോതിലും ഉണ്ടായിട്ടുണ്ട്. ചില്ലറ നാശനഷ്ടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയുമുണ്ട്. ആ ഒരു സ്ഥിതിക്ക് ഇപ്പോൾ വന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ മേഖലയിൽ നിന്ന് ആണ് സംഭവം വന്നിരിക്കുന്നത്. ഇതിന് മുൻപുള്ളതിനേക്കാളുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഏകദേശം 570 മില്ലിമീറ്റർ അധികം മഴയാണ് പെയ്തിരിക്കുന്നത്. ഇതൊരു അസാധാരണ സംഭവമാണ്. സാധാരണ ഈ പ്രദേശത്ത് ഒരു ദിവസം 150-160 മില്ലിമീറ്റർ മഴയാണോ നമ്മൾ അതിശക്ത മഴയായിട്ട് പെയ്യുന്നത്. 2 ദിവസം മുമ്പേ ഒരു ശക്തമായ മഴ പെയ്തത് 130-ലും താഴെയായിരുന്നു. ഇങ്ങനെ ജലപൂരിതാവസ്ഥയിൽ അതിശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ആണ് ഉരുൾ പൊട്ടുന്നത്. പ്രത്യേകിച്ച് ചരിവ് കൂടിയതും മണ്ണ് ശേഖരിച്ച് നിൽക്കുന്നതുമായ പ്രദേശത്ത്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അഡീഷണലായിട്ട് ഇത്രയും ഒരു വലിയൊരു ഉരുൾപൊട്ടൽ ഏതാണ്ട് 8-ൽ കൂടുതലും കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിക്കണമെങ്കിൽ ഇതിന് അഡീഷണലായിട്ട് എന്തോ ഒരു പ്രേരക ശക്തിയും കൂടെ ഉണ്ടായിരിക്കണം. അതിൽ ഞങ്ങളുടെ പ്രാഥമിക നിഗമനം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഉരുൾ പൊട്ടിയ ഫോറസ്റ്റ് ഏരിയയിലായിരുന്നു. ഫോറസ്റ്റ് ഏരിയയിൽ നല്ല തോതിലുള്ള മരങ്ങളും ചെടികളുമെല്ലാം ഉണ്ട്. ഇപ്പം താഴോട്ട് വന്നത് പാറക്കഷ്ണങ്ങളും മണ്ണും മാത്രമല്ല, നല്ല തോതിലുള്ള മരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒഴുകി വരുമ്പം ഈ പുഴയുടെ വീതി കുറഞ്ഞ ഗോർജ് പോലുള്ള സ്ഥലം, സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടമുള്ള അതേപോലുള്ള സ്ഥലങ്ങളിൽ ഇത് അടിഞ്ഞ് ഒരു താൽക്കാലിക ഡാം പോലെ, ടെമ്പററി ഡാം പോലെ ആകും. അപ്പം വെള്ളം ഇങ്ങനെ ശേഖരിച്ച് വന്ന് വളരെ പൊക്കത്തിൽ അത് വന്നു കഴിഞ്ഞ് ഇത് പിന്നെ അത് പൊട്ടുമ്പോൾ ഇതിന് ഒഴുകാനുള്ള വലിയൊരു ശക്തിയാണ് അന്നേരം അവിടെ കൊടുക്കുന്നത്. അങ്ങനെ ഈ ശക്തിയോടുകൂടി താഴോട്ട് ഒഴുകിയാണ് ഇരുവശത്തുമുള്ള മെറ്റീരിയൽ മണ്ണും കല്ലും പോയി കൂട്ടത്തിൽ വീടുകളും അതിലുള്ള താമസിക്കുന്നവരും പോയിരിക്കുന്നത്. ഇതാണ് നമുക്കൊരു മഹാദുരന്തമായിട്ട് സംഭവിക്കാനുള്ള കാരണം. അതെ. ആക്ച്വലി എൻ്റെ നോട്ടത്തിൽ സാധാരണ ഉരുൾ പൊട്ടുമ്പോൾ ഒറ്റയടിക്ക് അങ്ങ് പൊട്ടും. പിന്നെ രണ്ടാമത് പൊട്ടുന്നതൊക്കെ മിതമായ തോതിലൊക്കെ ആകൂ. ഒറ്റപ്പൊട്ടായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് അവർ പറയുന്നതിന് നമ്മൾ ഖണ്ഡിക്കുന്നില്ല. 4 തവണയായിട്ട് അവർക്ക് ഉരുൾപൊട്ടൽ അവർക്ക് അനുഭവപ്പെട്ടു. അതിൻ്റെ മെയിൻ കാരണം പ്രധാനപ്പെട്ടത് പാതിരാത്രിയോടുകൂടി 1 മണിക്കൂറിന് ശേഷം പിന്നെ ഏതാണ്ട് ഈ 3 എണ്ണവും ഏതാണ്ട് ഒരു ഇവൻറ്റിൻ്റെയാണ്. ഇദ്ദേഹം പറഞ്ഞ ആദ്യമുള്ളത് ഒരു പക്ഷേ ചെറുതായിരിക്കും, മുമ്പേ ഉള്ളതായിരിക്കും. ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്തോ ആയാലും ഇത്രയും ഉയർന്ന പ്രദേശത്ത് നിന്ന് വെള്ളം മാത്രം ഒഴുകി വരുമെങ്കിൽ ഇത്രയും ശക്തി ഉണ്ടാകത്തില്ല. ഈ ചാനലിനകത്ത് നിൽക്കേണ്ടതാണ്. കാരണം ഇത് കാലാകാലങ്ങളിൽ പ്രകൃതി നമുക്കുണ്ടാക്കി തന്ന ഒരു ചാലാണ്. ഇപ്പോഴും പ്രകൃതി
ഇതിൽ ചില്ലറ മാറ്റങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം എന്നും മറ്റുമൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മഴയുടെ രീതിയിൽ വയനാടിൻ്റെ പ്രത്യേകിച്ചുള്ള അതേപോലെ ഇടുക്കി ജില്ലയുടെ മഴ രീതിയിൽ ചില്ലറ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് ഏറെ നേരം നിന്ന് ചെയ്യുന്ന മഴയ്ക്ക് പകരം അതിശക്തമായ ചെറിയ മേഘസ്ഫോടനം പോലുള്ളൊരു മഴയാണ് ഇപ്പം കാണുന്നതെന്നാണ് ഡാറ്റ കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത്രയും ഒരു ചെറു പ്രദേശത്ത് ശക്തമായ തോതിലുള്ള വെള്ളം വന്നു ചേരും. ആ ചേരുന്ന വെള്ളം താഴോട്ട് തള്ളുമ്പോൾ ഈ കല്ലും മണ്ണും മരവും വന്ന് കുറുക്കെ ഡാം പോലെ നിന്ന് കഴിഞ്ഞാൽ അതിനെ തട്ടി പോകാനായിട്ടൊരു ചെറിയൊരു ഗ്യാപ്പ് വേണം. പക്ഷേ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള ഈ പൊട്ടൻഷ്യൽ എനർജി അത് കൈനറ്റിക് എനർജി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് താഴോട്ട് പോരും. അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ ഉള്ള ഉരുൾപൊട്ടലിൻ്റെ അവശിഷ്ടം മാത്രമല്ല, അതിന് മുന്നേ തന്നെ പുഴയുടെ അടിഭാഗത്ത് ശേഖരിച്ച് വെച്ചിരുന്ന വൻ കല്ലുകൾ ഉൾപ്പെടെ ഈ ഒരു ഉരുൾപൊട്ടലിൽ താഴോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഏറ്റവും മുകളിലുള്ള താഴെ വന്നെന്നല്ല, ഇതൊരു എന്താ സ്നോ ബോളിങ് ഇഫക്റ്റ്. ഇവിടെ ഉള്ളത് ഒരു 50 മീറ്റർ താഴോട്ട് പോയി, താഴെ 50 മീറ്ററുള്ള വീണ്ടും ഒരു 50 മീറ്റർ താഴോട്ട് പോയി, അങ്ങനെ ഒരു ഉരുണ്ട് വരുന്ന ഒരു പ്രക്രിയയായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇനി എന്തെങ്കിലും സേഫായിട്ടുള്ള ഏരിയകൾ കുറേ ഉണ്ട്. അത് ഞങ്ങളത് ഡിമാർക്കേറ്റ് ചെയ്ത് സർക്കാരിന് സമർപ്പിക്കുന്നതാണ്. അൺസേഫായിട്ടുള്ള ഏരിയ ഇരുവശത്തുമുണ്ട്. അതിന് ചില്ലറ ക്രൈറ്റീരിയ ഞങ്ങൾക്ക് വയ്ക്കണം. ഞങ്ങളിപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾ ഞങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇത് വെച്ചിട്ട് നമ്മുടെ ആ ക്രൈറ്റീരിയ വെച്ചിട്ട് നോക്കി ഏതാണ് സേഫ് ഏതാണ് അൺസേഫ് എന്നുള്ളതിൻ്റെ ഇത് വരച്ച് അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഡിസ്റ്റൻസ് കാണിച്ചുകൊണ്ട് സർക്കാരിന് സമർപ്പിക്കും.